च मयोभवे च नमः शङ्कराय च मयस्कराय च नमः शिवाय च शिवतराय च. ഓം നമഃ ശിവായ. ഞാൻ തൃത്താമരശ്ശേരി ശിവക്ഷേത്രം സെക്രട്ടറി PR ജയചന്ദ്രൻ. ഈ തൃത്താമരശ്ശേരി ശിവക്ഷേത്രം ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ തന്നെ പ്രധാനമായും ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ശിവക്ഷേത്രമാണ്. തൃശ്ശൂർ പേരൂർ പട്ടണത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ അവണിശ്ശേരി പഞ്ചായത്തിൽ തൃത്താമരശ്ശേരി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തൃശ്ശൂർ പേരൂർ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രത്തിനോളം തന്നെ പ്രാധാന്യം ഉണ്ടെന്നാണ് ഐതിഹ്യങ്ങളിൽ നിന്നും ഈ ക്ഷേത്രത്തെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പഴയകാലത്തെ ചരിത്രം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെള്ളാലത്ത് മനക്കിലെ ഊരായ്മയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ വലിയ നമ്പൂതിരി എല്ലാ ദിവസവും ശ്രീ വടക്കുംനാഥനെ ദർശിക്കാനായി അന്ന് കാലത്ത് കാൽനടയായിട്ടാണ് പോകാറ്. വടക്കുംനാഥൻ ക്ഷേത്രത്തിലെത്തുമായിരുന്നു. എല്ലാ ദിവസവും പോയി പ്രാർത്ഥിച്ച് ഭഗവാനെ ഒരു നോക്ക് കണ്ട് സങ്കടങ്ങളെല്ലാം പറഞ്ഞ് അദ്ദേഹം തിരിച്ചു വരിക പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം യാദൃശ്ചികമായി വൈകി അവിടെ എത്തിയപ്പോൾ ക്ഷേത്രനട അടച്ചിരിക്കുന്നതായി കണ്ടു. അതിൽ ആകെ വിഷമിച്ച് അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്നും അരുളപ്പാടുണ്ടായി എന്നാണ് പറയുന്നത്. ഭക്ത, നീ ഇത്രയും ദൂരം എന്നെ കാണാൻ ഇവിടെ വരെ വരേണ്ടതില്ല. ഞാൻ നിനക്ക് അവിടെ തന്നെ ദർശനം തന്നുകൊള്ളാം. അത് കേട്ടപ്പോൾ ഈ നമ്പൂതിരിക്ക് വലിയ സന്തോഷമായി. അങ്ങനെ അദ്ദേഹം ആ സന്തോഷത്തോടു കൂടി തിരിച്ച് അദ്ദേഹത്തിൻ്റെ ഇല്ലത്തെത്തിയപ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മുറ്റത്തുള്ള തുളസിത്തറയിൽ ദിവ്യ ചൈതന്യമാർന്ന ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ തുളസി അഥവാ തൃത്താവ് തറയിൽ പ്രത്യക്ഷപ്പെട്ട ശിവലിംഗത്തെ യഥാവിധി പ്രതിഷ്ഠ നടത്തി ആരാധിച്ചു വരുന്ന ശിവക്ഷേത്രമാണ് തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. തൃത്താവ് അഥവാ തുളസി തറയിൽ സ്വയംഭുവായി കണ്ടതിനാൽ ഈ ക്ഷേത്രം തൃത്താമരശ്ശേരി ശിവക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു. അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം പറയുന്നത്. ഒരു കാലത്ത് ഒരു നേരത്തെ അന്തിത്തിരി വയ്ക്കാൻ പോലും കഴിവില്ലാതിരുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയൊരു ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥയും അതുപോലെ തന്നെ ഇവിടുത്തെ ശാന്തി ചെയ്തിരുന്ന തിരുമേനിമാരുടെ വിഷമവും കണ്ട് അന്നാട്ടിലെ ഒരു 70കളിലേക്ക് അന്നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം കൂടി ഇവിടെ ഒരു പുനരുദ്ധാരണ സമിതി ഉണ്ടാക്കുകയും ഈ ക്ഷേത്രത്തിന് പുനരുദ്ധാരണം നടത്തുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ഇവിടുത്തെ നാരായണൻ മാഷ്, അതുപോലെ DK രാമകൃഷ്ണൻ, രാഘവൻ മാഷ്, അങ്ങനെ കുറേ പേരുകൾ കുറേ ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും കഠിന പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ക്ഷേത്രം നല്ല രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ തിരുമേനി, ഇപ്പോഴത്തെ തിരുമേനി ശ്രീ വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമം ഇതിന് പിന്നിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ആത്മാർത്ഥമായ ആ സേവനം ഭക്തജനങ്ങളിലെല്ലാം വളരെയധികം വിശ്വാസം നേടിയെടുക്കാൻ സാധിച്ചു. ഇന്നിപ്പോൾ ഈ ലോകത്തിൻ്റെ എന്ന് വേണ്ട എല്ലാ ഭാഗത്തു നിന്നും വളരെയധികം ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധി നാട്ടിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ ഇതെല്ലാം ഭഗവാന്റെ ചൈതന്യത്തിനനുസരിച്ചാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഒരു കാലത്ത്
ആകെ ദുർബലാവസ്ഥയിലായിരുന്ന ഈ നാടിൻ്റെ പല പ്രദേശങ്ങളും ഇന്ന് വളരെ സാമ്പത്തികമായും എല്ലാം കൊണ്ടും വളരെ ഉന്നതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പ്രദേശം നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തൃത്താമരശ്ശേരി തേവർ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് പത്നി സമേതനായി ഇവിടെ വാണരുളുകയാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് മുൻവശം ഗംഗാദേവി സങ്കല്പത്തിൽ ക്ഷേത്രകുളവും ഉണ്ട്. രൗദ്രഭാവത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ പരമശിവനെ തൊട്ടുമുന്നിൽ ഗംഗാദേവി ഉള്ളതുകൊണ്ട് ഭഗവാന്റെ ആ രൗദ്രഭാവത്തിന് അല്പം കുറവ് വരുത്തുന്നതിന് വേണ്ടിയാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അത്രയും പ്രാധാന്യമുള്ള ഒരു ശിവക്ഷേത്രമാണ് നമ്മുടെ തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. ഇന്നിപ്പോൾ ഇവിടെ എല്ലാ വർഷവും ജനുവരി 14 മകരവിളക്കിനോടനുബന്ധിച്ച് വലിയ മഹാഗണപതി ഹോമവും അതുപോലെ പ്രസാദൂട്ട്, അതുപോലെ തന്നെ ധനുമാസത്തിലെ തിരുവാതിര അതെല്ലാം കേമമായി ആഘോഷിച്ചു വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന ഉത്സവം മഹാശിവരാത്രിയാണ്. ശിവരാത്രിക്ക് മുന്നേ 7 ദിവസം മുന്നേ തുടങ്ങുന്ന ഉത്സവ പരിപാടികളും കലാപരിപാടികൾ, അതുപോലെ നാടകം, ഒരുപാട് സാംസ്കാരിക പരിപാടികളോടെ കൂടിയാണ് ശിവരാത്രി ഇവിടെ ആഘോഷിക്കുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്നും വരുന്ന 10-15 സെറ്റ് പൂരം, കാവടി, അതുപോലെ തെയ്യം, പ്രാചീന കലാരൂപങ്ങൾ എന്നിവ ഈ ആഘോഷത്തിന് മാറ്റുകൂട്ടുന്നു. ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അത്രയും വിപുലമായ രീതിയിൽ ശിവരാത്രി ആഘോഷിക്കുന്ന തൃശ്ശൂർ പേരൂർ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നമ്മുടെ തൃത്താമരശ്ശേരി ശിവക്ഷേത്രം. ഇന്നിപ്പോൾ ഇതിൻ്റെ ഭരണസാരഥ്യം ഇതിൻ്റെ തൃത്താമരശ്ശേരി വെള്ളാലത്ത് ഇല്ലത്തിനാണെങ്കിലും ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത്. ശ്രീ രാജീവ് കണ്ണാറ പ്രസിഡൻ്റായിട്ടുള്ള ഈ കമ്മിറ്റിയും അതുപോലെ തന്നെ കുറച്ച് ആളുകളാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും വളരെയധികം സഹായ സഹകരണങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. തുടർന്നും എല്ലാ ഭക്തജനങ്ങളെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പരമശിവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.